ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ബീഫ് കറി വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ, കുക്കറിലെല്ലാം കൂടി ഇട്ടിട്ടങ്ങ് സെറ്റാക്കിയാൽ പോരെയെന്ന്. പക്ഷേ ഇങ്ങനെയൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബീഫ്, കറിവേപ്പില. ആദ്യം തന്നെ കുക്കർ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഉള്ളി ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ച ഉണക്കം മാറും വരെ മിക്സ് ചെയ്യുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പൊടി ഐറ്റംസ് ആണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാലപ്പൊടി. നമ്മൾ ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മസാലപ്പൊടിയൊക്കെ അതിലോട്ട് തട്ടിക്കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറും വരെ നല്ല രീതിയിൽ അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് മിക്സാക്കി സെറ്റാക്കിയിട്ട് അതിലോട്ട് ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുക്കറിലൊരു 9 വിസിൽ വരുന്നത് വരെ അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചാറ് കൂടിയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ കറിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 ചപ്പാത്തിയും കൂടി ചൂടാക്കി ആ ബീഫ് കറിയും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് ആ ചപ്പാത്തിൻ്റെ ഒരു പീസ് എടുക്കുക. ആ ബീഫിൻ്റെ ഒരു പീസും കൂടി എടുത്തതിന് ശേഷം കഴിക്കുക. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല ഗൈസ്, അടിപൊളിയാണ്. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.